നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. എൻ്റെ ഭവനത്തിൽ ഇന്ന് ഞാൻ എല്ലാവർക്കുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന അത്താഴം ഭക്ഷണം അത് ഞാൻ ഇന്നിവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും, പരിചയമില്ലാത്തതായിരിക്കും. എന്തായാലും ഈ പാചക വീതിയിൽ ഈ യജ്ഞത്തിൽ തീർച്ചയായിട്ടും അപരിചിതമായ ഒന്നും അല്ലെങ്കിലും പരിചിതമായതായാലും എനിക്കതിൽ പങ്കാളിയാകണമെന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അത്താഴത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇഡ്ഡലിയാണ്, പക്ഷേ അതിനല്പം വ്യത്യാസമുണ്ട്. ഞാൻ ഒരു 25-26 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, അതല്ല അതിൽ കൂടുതലും ആയിട്ടുണ്ട്, എൻ്റെ മകളൊക്കെ വിവാഹം കഴിഞ്ഞ് ചെന്നൈയിൽ ചെന്ന് താമസമായിരുന്നപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കാണാനായിട്ട് പോകും. അപ്പോൾ അവിടെ ശരവണ ഭവനിൽ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പറയാറുണ്ട്, എന്താണാവോ പുതുമ എന്നെനിക്ക് തോന്നി. ഞാൻ വാങ്ങിച്ച് കഴിച്ച് ആ രുചി ഞാൻ സ്വായത്തമാക്കി ഞാൻ പിന്നെ പലപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണിത്. ഇഡ്ഡലിയാണിത്. ഇഡ്ഡലിക്ക് നമ്മൾ അരിയും ഉഴുന്നുമൊക്കെ ചേർത്ത് 6 മണിക്കൂറൊക്കെ കുതിർത്തി അരച്ച് വച്ചിരിക്കുന്ന സാധാരണ മാവ്. ഞാൻ ഇഡ്ഡലിപ്പൊന്നി എന്ന് പറയുന്ന അരിയാണ് കേട്ടോ അരി എടുക്കാറ്. പിന്നെ ഉഴുന്നു പരിപ്പ്, അങ്ങനെ മാവ് സെറ്റ് ചെയ്ത് വെച്ചു. അതാണ് ഒന്നാമത്തെ റെസിപ്പിയാണ് പറയുന്നത്. രണ്ടാമത് അതിന് പൊടിയാണ്. പൊടി ഇഡ്ഡലി എന്നാണ് ഈ പലഹാരത്തിൻ്റെ പേര് തന്നെ, പൊടി ഇഡ്ഡലി. അപ്പം ഞാനും അവിടെ ഇഡ്ഡലിയും പൊടിയും കൂടി ചേർത്തിട്ടുള്ള ഒരു പൊടി ഇഡ്ഡലി ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഈ പൊടി ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ കഷ്ണം കായം ആദ്യം ഒരു ചീൻചട്ടിയിൽ, ഹിൻഡാലിയത്തിൻ്റെ ഒരു ചീൻചട്ടിയിൽ ഒരു ചെറിയ കഷ്ണം കായം നല്ലതുപോലെ അങ്ങോട്ട് പൊരിക്കുക. അതിനുശേഷം കുറച്ച് മുളക്, ചുവന്ന മുളക്, കൊല്ലമുളക് തൊപ്പി കളഞ്ഞ് അല്പം എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണയാണ് ഒഴിക്കുക, വെളിച്ചെണ്ണയല്ല. ഇതയം നല്ല എണ്ണ ഞാൻ ഉപയോഗിക്കുന്നതാണ്. ആ എണ്ണയിലേക്ക് ഈ മുളകിട്ട് മുളക് അതിൻ്റെ നിറം മാറണ്ട, 2 ഇളക്കിളക്കിയാൽ മതി. അതിൻ്റെ പുറകെ ഒരു ചെറിയ ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഇട്ടൊന്ന് ഇളക്കി. ഇതൊക്കെ ഇത്രയായി കഴിഞ്ഞാൽ സ്ലോയിൽ വയ്ക്കുക. പിന്നെ കുറച്ച് നേരം ഉഴുന്ന് പരിപ്പ് ഒന്നങ്ങടായി കഴിയുമ്പോൾ അതിൽ പിന്നെ 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പിടും, 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പിടും, അല്ലെങ്കിൽ ചെറുപയറിടും. വടപ്പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ വടപ്പരിപ്പും 1/2 ഗ്ലാസ് ഇടും. പിന്നെ 1/2 ഗ്ലാസ് പൊട്ടുകടല ഇടും. പിന്നെ 1/2 ഗ്ലാസ് ഉണക്കലരി എന്ന് പറഞ്ഞാൽ പച്ചരി ആയാലും മതി, പച്ചരി ഇടും. ഇത് കൂടാതെ എല്ലാ കൂട്ടവും കറിവേപ്പിൻ്റെ ഇല മറ്റുള്ളതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടാം, അത്രയേ ഉള്ളൂ. 2-3 മണി കുരുമുളക് ഇടും. ഇതെല്ലാം കൂടി വറുത്ത് ഈ ഉഴുന്ന് പരിപ്പാണ് നമുക്ക് പാകാവുന്നത്. ഇതിൽ ഈ ചെറുപയർ പരിപ്പും പൊട്ടുകടലയും ഏറ്റവും ലാസ്റ്റേഡാവും, അത് മാറ്റി വയ്ക്കണം. ഉഴുന്ന് പരിപ്പിനോളം വറ വേണ്ട, അത്രയും ഉഴുന്ന് പരിപ്പിനോളം വറ സാമ്പാർ പരിപ്പിനും വടപ്പരിപ്പിനും വേണ്ട. അത് ഉഴുന്ന് പരിപ്പ് കുറച്ചാവുമ്പോൾ ആ 2 പരിപ്പ് ഇട്ട് വറക്കാം. അത് കുറച്ചങ്ങടാവുമ്പോൾ പിന്നെ ചെറുപയർ പരിപ്പ് ഇടുക. എന്നിട്ട് 2 ഇളക്കി കഴിഞ്ഞ് പൊട്ടുകടല. അങ്ങനെ ഘട്ടങ്ങളായിട്ട് ഈ ഇതുകളെല്ലാം ഇട്ട് കുരുമുളകും ഇട്ട് കറിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ആ കറിവേപ്പിൻ്റെ ഇല ഇതിൻ്റെ കൂടെ ഇടുക. അത് നന്നായി മുരിഞ്ഞുണ്ട് എല്ലാം ഇട്ട് മുളകും ഒക്കെ കൂടി വറുത്ത് വച്ചിട്ടുള്ള അതിൻ്റെ ആ കൂട്ട് അത് ഒന്ന് തണുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് പൊടിച്ചു വയ്ക്കുക. അതാണ് ദോശപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഈ ദോശപ്പൊടി വെളിച്ചെണ്ണയിൽ ചാലിക്കും ചിലർ നല്ലെണ്ണ, ഇതയം നല്ല എണ്ണയാണ് ഇഷ്ടം അവർക്ക്. ചിലർക്ക് നെയ്യാണ് ഇഷ്ടം, ഉരുക്ക് നെയ്യ്. ഈ പൊടി ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ആദ്യം ഇഡ്ഡലി സാധാരണ പോലെ അങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് പ്ലേറ്റിലേക്ക് വയ്ക്കുക. പ്ലേറ്റിലേക്ക് വച്ചതിന് ശേഷം അതിനെ ഒരു സ്റ്റീലിൻ്റെ കേക്ക് മുറിക്കണ കത്തി കൊണ്ട് 4 പീസായിട്ട് അങ്ങോട്ട് മുറിക്കുക. അതിനുശേഷം ഇഡ്ഡലി വെളിച്ചെണ്ണയിൽ ചാലിച്ച് കുറച്ച് ലൂസായിട്ടുള്ള ആ ഇഡ്ഡലി ഇതിൻ്റെ ആ വിടവുകളിലേക്കും ഇഡ്ഡലിയുടെ പുറമേ ആയിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് പുരട്ടി വയ്ക്കുക. അങ്ങനെ വയ്ക്കുക ഇഡ്ഡലി. അതിൻ്റെ നടുവിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ആലങ്കാരികമായിട്ട് കൊണ്ടാട്ടമുളകുണ്ട്, തൈരുമുളക്. ആ തൈരുമുളക് വറുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരേ മുളകും കുത്തി വെച്ചു. കാരണം
എരിവില്ലാത്ത മുളക്, നല്ല സ്വാദുമാണ്. പിന്നെ എരിവ് തോന്നുകയാണെങ്കിൽ എരിവിനെ ശമിപ്പിക്കാനുള്ള ഒരു വസ്തു വേറെയും വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇതൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് പൊടി ഇഡ്ഡലി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടതുണ്ട്. ഞാൻ 3 ഇഡ്ഡലി എല്ലാവർക്കും ഓരോ പ്ലേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 ഇഡ്ഡലി പൊടി ഇഡ്ഡലിയായിട്ട് റെഡിയാക്കിയിരിക്കുന്നു. അതിൻ്റെ നടുവിലൊരു കൊണ്ടാട്ടമുളക് കുത്തി വെച്ചിരിക്കുന്നു. അതിന് ചുറ്റുമായിട്ട് നന്നായി പാകം വന്ന ഏത്തപ്പഴം തൊലി കളഞ്ഞ് പീസായിട്ട് വച്ചിട്ടുണ്ട്. ഓരോ പ്ലേറ്റ് എടുത്തോളുക, കഴിച്ചോളുക. പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാപ്പിയോ ചായയോ വേണമെങ്കിൽ അവരാർക്കും ഇഷ്ടം പോലെ കൂട്ടി കുടിക്കുകയും ചെയ്യാം. ഹോർലിക്സോ ബോൺവിറ്റയോ ചായയോ കാപ്പിയോ എന്താ വേണ്ട വെച്ചാൽ അല്ല, ഒന്നും വേണ്ട. എൻ്റെ മകൻ കുടിക്കണത് ചുക്കാപ്പിയാണ്. അതാണെങ്കിൽ അത് ഞാനപ്പോൾ കാണിച്ചു തരട്ടെ. ഇന്നത്തെ എൻ്റെ പാചക രീതിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ പൊടി ഇഡ്ഡലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ നോക്കൂ, 3 ഇഡ്ഡലി. നമ്മൾ പൊടിയാണ് പുരട്ടിയിരിക്കുന്നത്. ചുറ്റും പഴം മുറിച്ചോരെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഈ മുള്ള് ഇങ്ങനെ കുത്തിപ്പിടിച്ച് തിന്നണ ഈ സാധനം ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഇതാ ഇതുപോലെ എടുത്തോളുക, കഴിച്ചോളുക. ഇഡ്ഡലി പീസാണെങ്കിലും എടുത്തോളുക. ഇങ്ങനെ ഒരു പീസ് എടുക്കുക. നല്ല സ്വാദാട്ടോ. എല്ലാം നമ്മളടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. എനിക്കിത്തിരി മുളക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഈ മുളക് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത് ഒന്ന് കഴിക്കും. നിങ്ങളും ഉണ്ടാക്കും പൊടി ഇഡ്ഡലി. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ പലരും ഹോട്ടൽ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ ഹോട്ടലുകളിൽ പൊടി ഇഡ്ഡലി എന്ന് പറയുന്നൊരു വിഭവമുണ്ട്. ഇവിടെയുള്ളവർ നന്നായി കഴിക്കുന്നുണ്ട്. നാം മൂവാറ്റുപുഴ ഒരു കടയുടെ പേര് തന്നെ ഇഡ്ഡലി കട എന്നാണ്. പലതരത്തിൽ ഇഡ്ഡലി സാമ്പാർ, ഇഡ്ഡലി ചട്ടണി, പൊടി ഇഡ്ഡലി, പിന്നെ മസാല ഇഡ്ഡലി. ഈ മസാല ഇഡ്ഡലി ഞാൻ ഒരു ദിവസം എന്തോ ഇവിടെ പോയിട്ട് വന്നപ്പോൾ കഴിക്കാനവിടെ കയറി കഴിഞ്ഞപ്പോൾ മസാല ഇഡ്ഡലി മറ്റേ കുട്ടികളും ഒക്കെ കഴിക്കണുണ്ട്. എനിക്ക് അത്ര വേണ്ട. ഈ മസാല എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. വെളുത്തുള്ളിയും ഗരം മസാലയും വന്നാൽ എനിക്ക് വയ്യ, എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് കഴിച്ചോ നിങ്ങൾക്ക് കഴിച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് സാധാ മതി പറഞ്ഞ അങ്ങനെ ഇരിക്കുള്ളൂ. അവിടുത്തെ അന്നത്തെ മസാല ഇഡ്ഡലി ഗരം മസാലയുടെ വെളുത്തുള്ളിയുടെ ഒരു ചെറിയ തോതിലുള്ള മണം വരുന്നുണ്ട്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്കൊരു തോന്നല്. ഞാൻ അടുത്തൊരു ദിവസം ഉണ്ടാക്കാം കേട്ടോ, എന്നിട്ട് പ്രദർശിപ്പിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും പൊടി ഇഡ്ഡലി ഉണ്ടാക്കണം. ഇന്നത്തെ എൻ്റെ പാചക രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് പൊടി ഇഡ്ഡലി. നമ്മൾ സാധാരണയായിട്ട് നമുക്കത് ഉണ്ടാക്കാവുന്നതുള്ളൂ. ഒരു വെറൈറ്റി, ഒരു സ്വാദ് നല്ലതാണ് കേട്ടോ അത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ പാചക കുറിപ്പുകൾ നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പഴയ അമ്മമാരുടെയൊക്കെ കാര്യങ്ങളല്ലേ, അതുപോലെ. എല്ലാവർക്കും നന്ദി.